അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്കിന്നോട് കുറച്ച് പായസം ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പം അധികം ആവശ്യമുള്ള സാധനങ്ങളാണിത്. പാലട പ്രഥമൻ്റെ ഗിഫ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് പാല് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡും ചേർത്താൽ മതി കേട്ടോ. വേറെയുള്ള എല്ലാം ഇതിലുണ്ട് കേട്ടോ. ഇതാണ് പൊട്ടിച്ച സാധനം. ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ സാധനം ഒന്നും ഇടണ്ട. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈസി വെക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിനി നല്ലത് വേവോളം കത്തിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുന്നത്. പെട്ടെന്ന് പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് നല്ലതാണ് ഈ കിറ്റ് കേട്ടോ. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അത് വെന്തിട്ടാൻ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് മറ്റേതാണെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് ഉണ്ടാക്കി. ഇതിൽ പിന്നെ എല്ലാതും കൊണ്ട് പഞ്ചസാരൊക്കെ ഉള്ളത് നമുക്ക് ഇനി ശർക്കര ഇടാൻ പറ്റില്ല. അങ്ങനെ വെന്ത് വരണുണ്ട് കേട്ടോ. ഞാൻ 2-3 ഏലക്കായ ഒന്നിങ്ങനെ കുത്തിങ്ങാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ വെന്ത് തയ്റ്റുണ്ട്. നമുക്കിതിലേക്ക് പാൽ ഇതിൻ്റെ ആവശ്യത്തിലുള്ളത് നമുക്ക് ഇനി ഒഴിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബാദും കൂടെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പാൽ തിളപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ലൊന്ന് തിളക്കട്ടെ കേട്ടോ. സാധനം വേവലത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാലും ഇതും കൂടെ നല്ലൊന്ന് വെന്ത് തിളച്ച് യോജിപ്പാവണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഇട്ട ഒരു നുള്ളുപ്പ് ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടാലേ ഇതിന് മധുരത്തിനൊരു ബാലൻസ് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ചച്ചവ പോലെ ഉണ്ടാവും നമ്മൾ പായസമൊക്കെ കുടിക്കുമ്പോൾ. അതിൽ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇത്ര ഇതിന് പണിയുള്ളൂ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി. പിന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊന്നും പ്രയാസമില്ലല്ലോ. വേഗം പായസം റെഡിയാവും. എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ അപ്പോൾ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് ചൂടോടെ കുടിക്കട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.